ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ കേരള പാഠാവലിയുടെ ഓണപരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ്. നമ്മൾ ഓൾറെഡി 2-3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണണമെന്നുള്ളവർ STD5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 1. വായിക്കാം, എഴുതാം. കേരളത്തിലെ പക്ഷികൾ. കുയിലിനെ പോലെ മധുരമായി പാടുന്ന മറ്റു പക്ഷികളില്ല. എങ്കിലും പല പക്ഷികളുടെയും ശബ്ദം കേൾക്കാൻ സുഖമാണ്. പുലരുന്നതിന് മുൻപേ അനേകം പക്ഷികളുടെ ശബ്ദം ഇടകലർന്നു കേൾക്കാം. വെളുപ്പാൻ കാലത്ത് ഉണർന്ന് ശ്രദ്ധിക്കുന്നവർക്ക് എത്രയോ ആനന്ദത്തിന് വകയുള്ള സംഗീതമാണത്. പൂവൻ കോഴിയുടെ കൂവൽ മുന്നിട്ട് നിൽക്കും. ഉറക്കമുണർന്നുകൊള്ളാൻ പ്രകൃതി കാഹളം മുഴക്കുന്നത് പോലെയാണ് അത്. അതിനോടൊത്ത് അനേകം കാക്കകളുടെ ക്രാ ക്രാ എന്ന വിളിയും മുഴങ്ങും. ചെമ്പോത്ത് അഥവാ ഉപ്പൻ ഉക്കുക്കുക്കു എന്ന് ശുഭശബ്ദം പുറപ്പെടുവിക്കും. പുലർക്കാലത്ത് കൂജനം ചെയ്യുന്ന പക്ഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മണ്ണാത്തിപ്പുള്ള്. ചോദ്യം 1. കുയിലിനെ പോലെ മധുരമായി പാടുന്ന മറ്റു പക്ഷികളില്ല. 2. ഉറക്കമുണർന്നു കൊള്ളാൻ പ്രകൃതി കാഹളം മുഴക്കുന്നത് പോലെയാണ് പൂവൻ കോഴിയുടെ കൂവൽ. ഈ പ്രസ്താവനകളിൽ ശരിയേത്? A ഒന്നാമത്തേത് മാത്രം ശരി, B രണ്ടാമത്തേത് മാത്രം ശരി, C രണ്ടും തെറ്റ്, D രണ്ടും ശരി. ഈ പറഞ്ഞതിൽ 2 പ്രസ്താവനയും ശരിയാണ്. അതുകൊണ്ട് രണ്ടും ശരി എന്നുള്ള ഓപ്ഷൻ D ആണ് നമുക്ക് ശരിയായത്. ഇതിലെ രണ്ടാമത്തെ B ചോദ്യം, ചില പക്ഷികളെയും അവയുടെ ശബ്ദങ്ങളെയും നൽകിയിരിക്കുന്നു. പക്ഷികൾ കാക്ക, പൂവൻകോഴി, ചെമ്പോത്ത്, കുയില്. ശബ്ദങ്ങൾ ഉക്കുക്കു, ക്രാ ക്രാ ക്രാ, കൊക്കരക്കോ, കൂക്കു. അപ്പോൾ ഇത് നമുക്കറിയാം അല്ലേ മക്കൾ? നോക്കൂ, കാക്കയുടേത് ക്രാ ക്രാ എന്നാണ്, പൂവൻകോഴി കൊക്കരക്കോ, ചെമ്പോത്ത് ഉക്കുക്കുക്കു, കുയില് കൂക്കു, അങ്ങനെയാണ് വരുന്നത്. ചുവടെ നൽകിയിട്ടുള്ളതിൽ നിന്ന് പക്ഷികളുടെ ശരിയായ ശബ്ദം തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ ഓപ്ഷൻ B ആണ് കേട്ടോ വരുന്നത്. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 1 B, 2 C, 3 A, 4 D അങ്ങനെയാണ് വരുന്നത്. ചോദ്യം C. 1. ഉപ്പൻ്റെ മറ്റൊരു പേരാണ് ചെമ്പോത്ത്. ശരിയാണ്. കാക്കയുടെ മറ്റൊരു പേരാണ് ഉപ്പൻ. അത് തെറ്റാണ്. ഇതിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തേത് തെറ്റ്, രണ്ടാമത്തേത് ശരി, ഒന്നാമത്തേത് ശരി, 1ഉം 2ഉം തെറ്റ്. ഇതിൽ ഒന്നാമത്തേത് മാത്രമാണ് ശരി. സോ ഓപ്ഷൻ C ആണ് ശരിയായിട്ടുള്ളത്. ഇനി D ക്വസ്റ്റ്യൻ, ഗദ്യഭാഗത്തെ സൂചന പ്രകാരം വെളുപ്പാൻ കാലത്തെ ആനന്ദം ലഭിക്കുന്നത് ആർക്ക്? പക്ഷികളുടെ സംഗീതം ശ്രദ്ധിക്കുന്നവർക്ക്, മധുരമായി പാടുന്നവർക്ക്, പുലർച്ചെ കിടന്നുറങ്ങുന്നവർക്ക്, മേൽ പറഞ്ഞവർക്കെല്ലാം. എന്താണ് മക്കളെ? പക്ഷികളുടെ സംഗീതം ശ്രദ്ധിക്കുന്നവർക്കാണ്. പ്രവർത്തനം 2. സംഭാഷണം. ചോദ്യം A. പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു. മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി. കാട്ടിലെ മഴ എന്ന പാഠഭാഗത്തെ ഈ പ്രയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. കന്നിമഴയിൽ ജീവൻ വച്ച പുഴയും നിലാവിൽ കുളിച്ച മരവും പരസ്പരം പലതും സംസാരിച്ചു. എന്തൊക്കെ വിശേഷങ്ങളാകും പങ്കുവെച്ചത്? സംഭാഷണം തയ്യാറാക്കുക. പുഴ ആഹ്ലാദത്തോടെ, ഹായ് മരമേ, ഈ കന്നിമഴ പെയ്തതോടെ എനിക്ക് എന്ത് ജീവൻ വെച്ചതുപോലെ തോന്നുന്നു. നീ എന്നെ നോക്കൂ, ഞാൻ എത്ര സുന്ദരിയായിരിക്കുന്നു. മരം പുഞ്ചിരിയോടെ, അതേ പുഴേ, ഒറ്റ രാത്രി കൊണ്ട് നീ പൂർണ്ണമായും മാറിപ്പോയിരിക്കുന്നു. നിന്റെ ഈ ഒഴുക്കും കളകളാരവവും കാണാൻ എന്തു ഭംഗിയാണ്. പുഴ, എനിക്ക് മാത്രമല്ലല്ലോ, നിനക്കും നല്ല മാറ്റമുണ്ടല്ലോ. ഈ നിലാവെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന നിന്നെ കാണാൻ നല്ല അഴകുണ്ട്. മരം, ശരിയാണ്. ഈ മഴയും നിലാവും ചേർന്നപ്പോൾ കാടിനാകെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇലകളിൽ വീഴുന്ന മഴത്തുള്ളികൾ മുത്തുകൾ പോലെ തിളങ്ങുന്നുണ്ട്. പുഴ, നമ്മൾ രണ്ടുപേരും ഈ മഴ ശരിക്കും ആസ്വദിക്കുകയാണ് അല്ലേ? മരം, തീർച്ചയായും. ഈ സുന്ദരമായ രാത്രി തന്നതിന് നമുക്ക് മഴയോട് നന്ദി പറയാം. ഈ സന്തോഷം എന്നും ഇങ്ങനെ തുടർന്നിരുന്നെങ്കിൽ. ഇതിലെ B ചോദ്യം, ആദ്യം ആരും ശ്രദ്ധിച്ചില്ല, മലമുഴക്കിയും മണ്ണട്ടകളും ഒഴിച്ച്. ഈ വാക്യം അർത്ഥമാക്കുന്നത് എന്ത്? A. മലമുഴക്കിയും മണ്ണട്ടകളും ആദ്യം അറിഞ്ഞില്ല. B. മലമുഴക്കിയും മണ്ണട്ടകളും പിന്നീടും അറിഞ്ഞില്ല. C. മലമുഴക്കിയും മണ്ണട്ടകളും ആദ്യം തന്നെ അറിഞ്ഞു. D. മലമുഴക്കിയും മണ്ണട്ടയും ഒന്നും ശ്രദ്ധിച്ചില്ല. ഇതിൽ ഓപ്ഷൻ C, മലമുഴക്കിയും മണ്ണട്ടകളും മാത്രമാണല്ലേ അറിഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ അവരാണ് അറിഞ്ഞത്. അതാണ് ശരി. ചോദ്യം C. സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർഭാടം കൂടുതലാണ്. പ്രസ്താവനയ്ക്ക് അനുയോജ്യമായ ആശയം ഉൾക്കൊള്ളുന്ന വാക്യമേത്? എല്ലാം തികഞ്ഞവർ ആരുമില്ല. ഏതെങ്കിലും ഒരു ഗുണം എല്ലാവരിലുമുണ്ട്. C. എല്ലാവരും എല്ലാം തികഞ്ഞവരാണ്. എന്താണ് മക്കളെ? ഏതെങ്കിലും ഒരു ഗുണം എല്ലാവരിലുമുണ്ട് എന്നതാണ് ഇതിൻ്റെ അർത്ഥമാക്കുന്നത്. ഇനി പ്രവർത്തനം 3 നോക്കാം. ഇത് ഓപ്ഷണൽ ചോദ്യങ്ങളാണ്. 3A, 3B 2 ഉണ്ട്. 3A നോക്കാം. ആസ്വാദനക്കുറിപ്പ്. മറ്റുള്ളവർക്കായി എന്ന ഒരു കവിത ദേവൂട്ടി എഴുതിയതാണ്. അത് കൊടുത്തിട്ടുണ്ട്, വായിക്കാം. നക്ഷത്രങ്ങൾ ചിരിക്കുന്നു വാനിൽ, പൂത്തു നിൽക്കും ചെടിയും ചിരിക്കുന്നു, ദൂരെ ദൂരെ തിരകളാൽ നീളെ കടലും അങ്ങനെ നോക്കിച്ചിരിക്കുന്നു.
തൊടിയിലെങ്ങും പറക്കുന്ന പൂമ്പാറ്റ അരികിലെത്തി പതിയെ ചിരിക്കുന്നു. ചുണ്ടിലെപ്പോഴും കരുതി വെക്കുക മറ്റുള്ളവർക്കായി ഒരു നേർത്ത പുഞ്ചിരി. പ്രകൃതിയുടെ പുഞ്ചിരി നക്ഷത്രങ്ങളും പൂക്കളും കടലുമൊക്കെയാണ്. അവ നമ്മെ സന്തോഷിപ്പിക്കുന്നു. നമുക്കും മറ്റുള്ളവർക്ക് സന്തോഷം പകരാം. കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. പ്രകൃതിയിലെ ഓരോ പ്രതിഭാസവും മനുഷ്യന് നൽകുന്ന ആനന്ദവും അവയിൽ അടങ്ങിയിരിക്കുന്ന ആഴമേറിയ ജീവിത സന്ദേശവും ലളിതമായി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു മനോഹര കവിതയാണ് ദേവൂട്ടിയുടെ മറ്റുള്ളവർക്കായി. പ്രകൃതിയുടെ പുഞ്ചിരിയാണ് ചുറ്റുമുള്ള കാഴ്ചകളെന്ന് കവയിത്രി അടിവരയിട്ട് പറയുന്നു. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി എപ്പോഴും മറ്റുള്ളവർക്ക് നന്മയും സന്തോഷവും നൽകാനാണ് ശ്രമിക്കുന്നത്. വാനിൽ പുഞ്ചിരിക്കുന്ന നക്ഷത്രങ്ങളും പൂത്തു നിൽക്കുന്ന ചെടികളും അല തല്ലുന്ന കടലും പറന്നു നടക്കുന്ന പൂമ്പാറ്റയുമെല്ലാം ഒരുപോലെ പ്രകൃതിയുടെ സുന്ദരമായ പുഞ്ചിരികളാണ്. അവയെല്ലാം നമ്മെ സന്തോഷിപ്പിക്കുന്നു. ഇതേപോലെ മനുഷ്യരും സ്വന്തം സ്വാർത്ഥത മാറ്റിവെച്ച് മറ്റുള്ളവരുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരിയെങ്കിലും വിരിയിക്കാൻ ശ്രമിക്കണമെന്ന വലിയൊരു സന്ദേശമാണ് കവിത നൽകുന്നത്. വളരെ ലളിതവും വായനാസുഖവുമുള്ള പദങ്ങളാണ് കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രകൃതിയിലെ ജീവനില്ലാത്ത പ്രതിഭാസങ്ങൾക്ക് ജീവൻ നൽകി അവതരിപ്പിച്ചിരിക്കുന്നു. നക്ഷത്രങ്ങൾ ചിരിക്കുന്നു, വാനിൽ പൂത്തു നിൽക്കും നക്ഷത്രങ്ങൾ ചിരിക്കുന്നു, വാനിൽ പൂത്തു നിൽക്കും ചെടിയും ചിരിക്കുന്നു, കടലും അങ്ങനെ നോക്കി ചിരിക്കുന്നു. ഈ വരികളിലെല്ലാം ചിരി എന്ന ഭാവത്തെ പ്രകൃതിയിലേക്ക് ആവാഹിച്ചിരിക്കുന്നു. ചുണ്ടിലെപ്പോഴും മറ്റുള്ളവർക്കായി ഒരു നേർത്ത പുഞ്ചിരി കരുതി വെക്കണം എന്ന വരികളിലൂടെ കവിത വായനക്കാരുടെ മനസ്സിൽ നന്മയുടെ വെളിച്ചം നിറയ്ക്കുന്നു. കേവലം പ്രകൃതി വർണ്ണന എന്നതിനപ്പുറം ഉദാത്തമായ മനുഷ്യ സ്നേഹത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ഈ കവിത. അടുത്ത പ്രവർത്തനം ഇതിലെ 3B ആണ്, വർണ്ണനയാണ്. ആകാശത്തിന്റെ കണ്ണീരു പോലെ തോരാ മഴ. മഴയുടെ കൈകൾ എത്തിത്തൊടുമ്പോൾ ദേഹമാകെ കുളിരാണ്. മഴ തോർന്ന് പിന്നെ മരം പെയ്യുമ്പോൾ പളുങ്കുമണികൾ ഇലത്തുമ്പുകളിൽ തിളങ്ങും. ഇത് മഴയെക്കുറിച്ചുള്ള വർണ്ണനയുടെ ഭാഗമാണ്. ഇതുപോലെ പുഴയെക്കുറിച്ച് വർണ്ണന തയ്യാറാക്കുക. വെള്ളിനൂല് പോലെ ഒഴുകുന്ന പുഴ, അതാണ് കേട്ടോ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. മലമുകളിൽ നിന്നും പാറയിടുക്കുകളിൽ നിന്നും ഉറവയെടുത്ത് കല്ലിലും മണ്ണിലും തട്ടിത്തടഞ്ഞ് പാട്ടുപാടി ഒഴുകുന്ന പുഴ പ്രകൃതിയുടെ ജീവനാഡിയാണ്. തെളിഞ്ഞ സ്ഫടികം പോലുള്ള വെള്ളം സൂര്യപ്രകാശമേറ്റ് വെള്ളിനൂല് പോലെ തിളങ്ങുന്നു. പുഴയുടെ ഇരുവശങ്ങളിലുമുള്ള പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും കാട്ടുചെടികളും പുഴയിലേക്ക് തല ഉയർത്തി നോക്കി നിൽക്കുന്നത് മനോഹരമായ കാഴ്ചയാണ്. മഴക്കാലത്ത് കലങ്ങിമറിഞ്ഞ് ആർത്തലച്ചൊഴുകുന്ന പുഴയുടെ ഭാവം ഭയമുണർത്തുമെങ്കിലും വേനൽക്കാലത്ത് ശാന്തമായി ഒഴുക്കില്ലാതെ കിടക്കുന്ന പുഴയുടെ ശാന്തസുന്ദരമായ ചിത്രമാണ്. പുഴയിലെ ചെറിയ പരൽ മീനുകൾ കൂട്ടത്തോടെ നീന്തി തുടിക്കുന്നതും ഓളങ്ങൾ തീരത്തെ മണൽത്തരികളെ തലോടി കടന്നു പോകുന്നതും കാണാൻ ഏറെ ഭംഗിയാണ്. മനുഷ്യനും പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങൾക്കും ഒരുപോലെ ദാഹശമനിയും ആശ്രയവുമായ പുഴ ഭൂമിയുടെ ഏറ്റവും മനോഹരമായ കാവ്യമാണ്. പ്രവർത്തനം 4, അതും ഓപ്ഷണൽ ചോദ്യങ്ങളാണ്. A, B രണ്ടെണ്ണം ഉണ്ട്. അതിൽ A അനുഭവക്കുറിപ്പാണ്. കൂട്ടിലെ കിളി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തെ പറ്റിയോർത്ത് കരഞ്ഞു. ഇരുമ്പഴികളിൽ ചിറകിട്ടടിച്ചു. കൊച്ചുപൂവിനാകട്ടെ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആശ്വസിപ്പിച്ച് ഒരു വാക്ക് പറയാൻ പറ്റിയതുമില്ല. ഡെയ്സി ചെടി എന്ന പാഠഭാഗത്തിലെ വാനമ്പാടിയുടെയും കൊച്ചുപൂവിൻ്റെയും അനുഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. വളർത്തുമൃഗങ്ങളോ വളർത്തുപക്ഷികളോ പ്രിയപ്പെട്ട ചെടികളോ നിങ്ങൾക്കുമുണ്ടാകും. അവയോടൊപ്പമുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതുക. എൻ്റെ പൂന്തോട്ടത്തിലെ അതിഥി ഡെയ്സി ചെടി എന്ന പാഠഭാഗത്തിലെ വാനമ്പാടിയുടെ കൊച്ചുപൂവിൻ്റെയും കഥ എൻ്റെ മനസ്സിനെ ഏറെ സങ്കടപ്പെടുത്തിയ ഒന്നാണ്. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് കൂട്ടിലടയ്ക്കപ്പെട്ട ആ പക്ഷിയുടെ വേദനയും അതിനെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത കൊച്ചുപൂവിൻ്റെ അവസ്ഥയും നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിലും ഇതുപോലെ പ്രകൃതിയോടും ജീവജാലങ്ങളോടും അടുത്ത ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഞാൻ ഏറെ സ്നേഹത്തോടെ നട്ടുപിടിപ്പിച്ച ഒരു ചെറിയ പൂന്തോട്ടമുണ്ട്. ദിവസവും രാവിലെ ഉണർന്ന് ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നതും അതിൽ പുതിയ മൊട്ടുകൾ വിരിയുന്നത് നോക്കി നിൽക്കുന്നതും എനിക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഒരു ദിവസം രാവിലെ ഞാൻ ചെടികൾക്ക് വെള്ളമൊഴിക്കാൻ ചെന്നപ്പോൾ ഇലകൾക്കിടയിൽ ചിറകിന് പരിക്കേറ്റ് പറക്കാൻ കഴിയാതെ കിടക്കുന്ന ഒരു കുഞ്ഞു പ്രാവിനെ കണ്ടു. ഭയം കൊണ്ട് അതിൻ്റെ നെഞ്ച് വേഗത്തിൽ ഇടിക്കുന്നുണ്ടായിരുന്നു. അതിനെ കണ്ടപ്പോൾ എനിക്ക് കൂട്ടിലകപ്പെട്ട വാനമ്പാടിയുടെ അവസ്ഥയാണ് ഓർമ്മ വന്നത്. ഞാൻ അതിനെ പതുക്കെ കയ്യിലെടുത്ത് മുറിവുകളിൽ മരുന്ന് പുരട്ടി ഒരു ചെറിയ പെട്ടിയിൽ സുരക്ഷിതയായി ഇരുത്തി. അതിന് കുടിക്കാൻ വെള്ളവും തിന്നാൻ അല്പം ധാന്യങ്ങളും നൽകി. ദിവസവും ഞാനും അമ്മയും ചേർന്ന് അതിനെ സ്നേഹത്തോടെ പരിചരിച്ചു. എൻ്റെ പൂന്തോട്ടത്തിലെ ചെടികൾക്ക് കാവലായി അവനും കുറച്ചു ദിവസം ഞങ്ങളോടൊപ്പം കഴിഞ്ഞു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ പൂർണ്ണ ആരോഗ്യവാനായി മാറുകയും പതിയെ ചിറകടിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഒരു വൈകുന്നേരം ആ പ്രാവ് എൻ്റെ കയ്യിൽ നിന്നും ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് ഉയർന്നു പറന്നുപോയി. എൻ്റെ പ്രിയപ്പെട്ട ആ കൂട്ടുകാരൻ എന്നെ വിട്ടുപോയതിൽ ചെറിയൊരു സങ്കടം തോന്നിയെങ്കിലും അവൻ അതിൻ്റെ സ്വാതന്ത്ര്യം തിരികെ കിട്ടിയല്ലോ എന്ന് ഓർത്തപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു.
വാനമ്പാടിയെപ്പോലെ കൂട്ടിലടയ്ക്കാതെ എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതിയിൽ സ്വതന്ത്രമായി ജീവിക്കണം എന്നാണ് ഈ അനുഭവം എന്നെ പഠിപ്പിച്ചത്. ചെടികളും മൃഗങ്ങളും പക്ഷികളുമെല്ലാം നമ്മുടെ പ്രകൃതിയുടെ ഭംഗിയാണ്. അവയെ സ്നേഹത്തോടെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇനി പ്രവർത്തനം 4, അതിൽ തന്നെ ബി ചോദ്യമാണ്. കുറിപ്പ്: എനിക്ക് മഴ ഇഷ്ടമല്ല. മഴ എൻ്റെ ജീവിതത്തിൽ എന്നും നഷ്ടങ്ങളെ വരുത്തിയിട്ടുള്ളൂ. എൻ്റെ വീടും പ്രിയപ്പെട്ടവരും നഷ്ടമായത് ഒരു പെരുമഴക്കാലത്താണ്. അമലിൻ്റെ അഭിപ്രായമാണ്. ഈ കടുത്ത വേനൽ ഒന്ന് അവസാനിച്ചെങ്കിൽ. എൻ്റെ അച്ഛൻ്റെ എത്ര രൂപയുടെ കൃഷി നശിച്ചു. പാടം വരണ്ടുണങ്ങി. കുടിവെള്ളം പോലുമില്ല. വേഗം മഴ വന്നെങ്കിൽ. മൃദുലയുടെ അഭിപ്രായമാണ്. 2 കൂട്ടുകാരുടെ അഭിപ്രായമാണിത്. അഭിപ്രായങ്ങളെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മഴ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ. മനുഷ്യജീവിതത്തിൽ പ്രകൃതിയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് അമലിൻ്റെയും മൃദുലയുടെയും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. ഒരേ പ്രതിഭാസമായ മഴയെ രണ്ടുപേരും നോക്കിക്കാണുന്നത് 2 സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ്. മഴ വരുത്തുന്ന നഷ്ടങ്ങളാണ് ഒന്നാമത്തേത്. അമലിന് മഴ എന്നത് വേദനാജനകമായ ഓർമ്മയാണ്. ഒരു മഴക്കാലത്ത് തൻ്റെ വീടും പ്രിയപ്പെട്ടവരും നഷ്ടപ്പെട്ട ആളാണ് അവൻ. അമിതമായ മഴയും പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യജീവിതത്തെ എങ്ങനെ തകിടം മറിക്കുന്നു എന്നതിൻ്റെ യാഥാർത്ഥ്യമാണ് അമലിൻ്റെ വാക്കുകളിലുള്ളത്. അതിനാൽ പ്രകൃതിയുടെ ക്രൗര്യമായിട്ടാണ് അവൻ മഴയെ കാണുന്നത്. രണ്ടാമത്തേത് മഴ നൽകുന്ന ജീവനാണ്. അതായത് മൃദുലയുടെ കാഴ്ചപ്പാട്. മൃദുലയുടെ അഭിപ്രായം ഒരു കർഷകൻ്റെ അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ അതിജീവനത്തിൻ്റെ ശബ്ദമാണ്. കഠിനമായ വേനലിൽ കുടിവെള്ളം പോലും ഇല്ലാതെ വയലുകൾ വരണ്ടുണങ്ങി കൃഷി നശിച്ചു പോകുന്ന അവസ്ഥയാണ് അവൾ വിവരിക്കുന്നത്. ഇവിടെ മഴ പ്രകൃതിയുടെ അനുഗ്രഹമാണ്. ജീവന്റെ നിലനിൽപ്പിനും കൃഷിക്കും മഴ എത്രത്തോളം അനിവാര്യമാണെന്ന് മൃദുലയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു. പ്രകൃതി പ്രതിഭാസങ്ങൾ ഒരേ സമയം അനുഗ്രഹവും ശാപവുമായി മാറാമെന്നാണ് ഈ 2 അഭിപ്രായങ്ങളും തെളിയിക്കുന്നത്. കൃഷിക്കും കുടിവെള്ളത്തിനും മഴ അത്യാവശ്യമാണെങ്കിലും അത് പരിധി ലംഘിക്കുമ്പോൾ വൻ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്കതിൻ്റെ അനുഗ്രഹങ്ങൾ ശരിയായ രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കൂ. അടുത്ത പ്രവർത്തനം 5, ലഘു ഉപന്യാസം. മണ്ണിൻ്റെ കിനാവുകൾ എന്ന പാഠഭാഗത്ത് ഒട്ടേറെ നാട്ടുപൂക്കളെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. തുമ്പയും മുക്കുറ്റിയും കാക്കപ്പൂവും ഉൾപ്പെടെ പഴയകാല പൂക്കൾ ഇന്ന് കാണാനില്ല. വരവു പൂക്കളുടെ വസന്തമാണ് നമ്മുടെ നാട്ടിൽ ഓണക്കാലത്തും മറ്റും ഇന്ന് കാണുന്നത്. നാട്ടുപൂക്കളുടെ മടക്കവും കച്ചവട പൂക്കളുടെ വരവും വിശകലനം ചെയ്ത് ലഘു ഉപന്യാസം തയ്യാറാക്കുക. മണ്ണിൻ്റെ കിനാവുകളും മറയുന്ന നാട്ടുപച്ചകളും. കേരളത്തിൻ്റെ തനിമയും പ്രകൃതി ഭംഗിയും നിലനിർത്തിയിരുന്നത് നമ്മുടെ തൊടികളിൽ സമൃദ്ധമായി വളർന്നിരുന്ന നാട്ടുപൂക്കളും നാട്ടുപഴങ്ങളുമായിരുന്നു. എന്നാൽ ആധുനികതയുടെയും നഗരവൽക്കരണത്തിൻ്റെയും വരവോടെ ഈ പ്രകൃതി സമ്പത്ത് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. മണ്ണിൻ്റെ കിനാവുകൾ എന്ന പാഠഭാഗം വിരൽ ചൂണ്ടുന്നത് ഈ ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്കാണ്. ഒരു കാലത്ത് നമ്മുടെ പറമ്പുകളിൽ സുലഭമായിരുന്ന മുക്കറ്റി, തുമ്പ, കാക്കപ്പൂവ്, തെച്ചി തുടങ്ങിയ പൂക്കൾ ഇന്ന് വംശനാശത്തിൻ്റെ വക്കിലാണ്. ഓണക്കാലത്ത് മുറ്റത്ത് പൂക്കളമിടാൻ ഇന്ന് ഈ നാട്ടുപൂക്കൾ കിട്ടാനില്ല. വയലുകളും കാവുകളും തൊടികളും അപ്രത്യക്ഷമായതോടെ പ്രകൃതിയുടെ ഈ കുഞ്ഞു പൂക്കളും നമ്മുടെ മണ്ണിൽ നിന്ന് വിട പറഞ്ഞു. ഇന്ന് ഓണത്തിന് പോലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കൃത്രിമ നിറമുള്ള പൂക്കളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. പഴയ തലമുറയ്ക്ക് ആരോഗ്യവും ഉന്മേഷവും നൽകിയിരുന്നത് ജൈവികമായ നാട്ടുപഴങ്ങളായിരുന്നു. പേരയ്ക്ക, ചാമ്പയ്ക്ക, നെല്ലിക്ക, മാമ്പഴം, പപ്പായ, ചക്ക എന്നിവയെല്ലാം യാതൊരു പരിചരണവുമില്ലാതെ വീട്ടുപറമ്പുകളിൽ വളർന്നിരുന്നു. എന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് ഇവ അന്യമാണ്. ഇതിനു പകരമായി ആപ്പിളും ഓറഞ്ചും മുന്തിരിയുമൊക്കെ നമ്മുടെ ഡൈനിങ് ടേബിളുകൾ കൈയടക്കി കഴിഞ്ഞു. നാട്ടുപൂക്കളുടെയും നാട്ടുപഴങ്ങളുടെയും നാശം പ്രകൃതിയുടേത് മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും തകർച്ചയാണ്. വീട്ടുപറമ്പിലെ ശുദ്ധമായ വിഭവങ്ങൾക്ക് പകരം രാസവസ്തുക്കൾ തളിച്ച അന്യസംസ്ഥാന പഴങ്ങളും പൂക്കളും ഇന്ന് വിപണി കീഴടക്കിയിരിക്കുന്നു. എല്ലാം പണം കൊടുത്തു വാങ്ങാമെന്ന കച്ചവട സംസ്കാരം മനുഷ്യനെ പ്രകൃതിയിൽ നിന്ന് അകറ്റി. പരമ്പരാഗതമായ കൃഷിരീതികളും പ്രകൃതിയോടുള്ള ആദരവും നഷ്ടപ്പെട്ടതാണ് ഇതിന് പ്രധാന കാരണം. മണ്ണും പ്രകൃതിയും ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ. അന്യം നിന്നു പോകുന്ന നാട്ടുപൂക്കളെയും നാട്ടുപഴങ്ങളെയും തിരിച്ചുപിടിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. പ്രകൃതിയെ സ്നേഹിക്കാനും നാട്ടുനന്മകളെ സംരക്ഷിക്കാനും പുതിയ തലമുറയെ ബോധവാന്മാരാക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അടുത്ത പ്രവർത്തനം 6, കടങ്കഥ വ്യാഖ്യാനം. ആന കേറാമല ആടു കേറാമല 1000 കാന്താരി പൂത്തിറങ്ങി. ഈ കടങ്കഥയുടെ ഉത്തരം ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്നാണ്. എന്തുകൊണ്ടാവാം ഈ കടങ്കഥയ്ക്ക് ഇങ്ങനെ ഉത്തരമുണ്ടായത്? വ്യാഖ്യാനിച്ചെഴുതുക. ആന കേറാമല ആടു കേറാമല. ഭൂമിയിലെ എത്ര വലിയ മലകളിലും ആനയ്ക്കോ ആടിനോ കയറാൻ സാധിക്കും. എന്നാൽ ഇവിടെ പറയുന്ന മല മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ ഒന്നിനും തന്നെ കയറിപ്പറ്റാൻ സാധിക്കാത്ത അത്ര ഉയരത്തിലുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, അനന്തമായി പരന്നു കിടക്കുന്ന നമ്മുടെ ആകാശമാണ്. 1000 കാന്താരി പൂത്തിട്ടുണ്ട്. കാന്താരി മുളക് ചെറുതാണെങ്കിലും നല്ല വെളുത്ത നിറമുള്ളതും തിളക്കമുള്ളതാണ്.
രാത്രികാലങ്ങളിൽ ഇരുണ്ട ആകാശത്ത് പ്രകാശിച്ച് നിൽക്കുന്ന ആയിരക്കണക്കിന് നക്ഷത്രങ്ങളെയാണ് ഇവിടെ വെളുത്ത കാന്താരി മുളകുകളോട് അല്ലെങ്കിൽ അതിൻ്റെ പൂക്കളോട് ഉപമിച്ചിരിക്കുന്നത്. അവയെ ആർക്കും എണ്ണി തീർക്കാനും സാധിക്കില്ല. ആനയ്ക്കും ആടിനും കയറാൻ പറ്റാത്ത ആകാശമാകുന്ന മലയിൽ എണ്ണമറ്റ കാന്താരി മുളകുകൾ പോലെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങൾ എന്ന മനോഹരമായ ദൃശ്യരൂപമാണ് ഈ കടങ്കഥയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രകൃതി ദൃശ്യങ്ങളെ ലളിതമായ വാക്കുകളിലൂടെ കോർത്തിണക്കിയതാണ് ഈ ഉത്തരത്തിന് കാരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ഒരു ചോദ്യപേപ്പറിൽ നോക്കാനായിട്ടുള്ളത്. എല്ലാം ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, ശരിക്കും മനസ്സിലാക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാം മക്കൾക്ക് ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 5ാം ക്ലാസ്സിലെ കൂടുതൽ ചോദ്യപേപ്പറുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്